നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒറ്റ വ്യക്തിയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സാധ്യതകളെ, തെരഞ്ഞെടുപ്പ് സാധ്യതകളെ മുഴുവൻ തലകീഴായി മറിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന ആരോപണം ഉയരുന്നതിനും ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വിവരങ്ങളെല്ലാം ശേഖരിക്കപ്പെട്ടതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയത്. വിവരങ്ങളെല്ലാം ശേഖരിച്ചു വച്ചതിന് ശേഷമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണവും നടക്കുന്നത്. എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ഗർഭിണിയാക്കി എന്ന് പറയുന്ന പെൺകുട്ടികളുടെ വിവരങ്ങൾ, അവരാരാണ്, എവിടെ താമസിക്കുന്നു എന്നതെല്ലാം നേരത്തെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗം കണ്ടെത്തിയിരുന്നു. അത് അവരെവിടെ താമസിക്കുന്നത് മാത്രമല്ല, എങ്ങനെയാണ് അവർ രാഹുലുമായി അടുപ്പമുണ്ടായത്, അല്ലെങ്കിൽ അവരുടെ ഫോൺ ചാറ്റുകൾ, എല്ലാ വിവരങ്ങളും കൃത്യമായി ഈ ആരോപണം ഉണ്ടാകുന്നതിൻ്റെ ആഴ്ചകൾക്ക് മുമ്പേ സ്പെഷ്യൽ ബ്രാഞ്ചും ഇൻ്റലിജൻസും മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു. അതിനുശേഷമാണ് CPMൻ്റെ സൈബർ കേന്ദ്രങ്ങളിൽ നിന്നും രാഹുലിനെതിരെ ഇത്തരം ആരോപണങ്ങൾ പതിയെ ഉയർന്നു വന്നു തുടങ്ങിയത്. കൃത്യമായിട്ടായിരുന്നു രാഹുലിനെതിരെ ആരോപണം ഉയർന്നു വന്നത്. ചില CPM ഫേസ്ബുക്ക് ഹാൻഡിലുകൾ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകളിലൂടെയാണ് ആദ്യം ഈ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത്. അതിനുശേഷമാണ് നടിയുടെ വെളിപ്പെടുത്തലൊക്കെ ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഈ വിവരങ്ങളെല്ലാം സുഭദ്രമാണ്, ഉറപ്പായി കിട്ടിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് CPM രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കളി തുടങ്ങിയത്. കാരണം രാഹുലിനെ പിടിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പ്രധാന നേതൃനിരയെ പൂട്ടിക്കെട്ടാമെന്ന് പിണറായി വിജയന് നന്നായി അറിയാമായിരുന്നു. പക്ഷെ അവിടെ ചെറിയൊരു അബദ്ധം പറ്റി. കാരണം CPM വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറഞ്ഞു. സതീശൻ അത്ര പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയില്ല എന്നാണ് CPM കേന്ദ്രങ്ങൾ കരുതിയത്. പക്ഷേ അപകടം മനസ്സിലാക്കിയ VD സതീശൻ ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറഞ്ഞു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. ഇപ്പോൾ നിലവിൽ അദ്ദേഹം കോൺഗ്രസ് MLA അല്ല. അത് CPMന് ചെറിയൊരു മുൻകരുതലെടുത്തതിൽ ചെറിയൊരു പാളിച്ച അവിടെ പറ്റിയിരുന്നു. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങളിലെ കൃത്യമായ റെക്കോർഡുകളും വിവരങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ ആരോപണമെല്ലാം ഉയരുമ്പോൾ ഒരാൾക്കെതിരെ പോലും, ഒരു മാധ്യമങ്ങൾക്കെതിരെ പോലും ഒരു മാനനഷ്ട കേസ് അദ്ദേഹം ഫയൽ ചെയ്യാത്തതും, അദ്ദേഹം പുറത്തിറങ്ങി ഒരാൾക്കെതിരെയും പത്രപ്രവർത്തകരുടെ മുമ്പിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ സംസാരിക്കാത്തതും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി അറിയാം, ഇതെല്ലാം വിവരങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ കയ്യിൽ സുഭദ്രമാണ്. ഇപ്പോഴല്ല, ആഴ്ചകൾക്ക് മുമ്പേ തന്നെ ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ കയ്യിൽ സുഭദ്രമായിരുന്നു. ഷാഫി പറമ്പിലിൻ്റെ വടകരയിലെ വിജയമാണ് യഥാർത്ഥത്തിൽ CPMനെ ഭ്രാന്ത് കയറ്റിയത്. ഷാഫി പറമ്പിൽ വടകരയിൽ നേടിയ വിജയം CPMൻ്റെ അടിത്തറ ഇളക്കുന്നതെന്ന് മാത്രമല്ല, CPMനെ ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് ഷാഫി പറമ്പിൽ കടന്നു കയറിക്കൊണ്ട് അവരെ, ആ വോട്ടുകളെ, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ പ്രവർത്തന രീതിയെ തന്നെ അസ്തപ്രജ്ഞമാക്കി കഴിഞ്ഞു. ഇതിൻ്റെ ഒരു അപകടം CPM മണത്തു. മലബാറിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഷാഫി പറമ്പിലിന് ശക്തമായ വേരുകളുണ്ട്, ശക്തമായ സ്വാധീനമുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ സ്വാധീനം ആവർത്തിച്ചാൽ ഒരുപക്ഷെ നിരവധി നിയമസഭാ സീറ്റുകൾ CPMന് അവിടെ നഷ്ടപ്പെടും. അതാണ് കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ കയറി പിടിക്കാൻ CPM തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഈ വിവരങ്ങളെല്ലാം കിട്ടിയെന്ന് ഉറപ്പാക്കിയതോടെ തന്നെ CPM സൈബർ ഹാൻഡിലുകൾ ഉണർന്ന് പ്രവർത്തിച്ചു. അങ്ങനെയാണ് ഈ വിവരങ്ങളെല്ലാം പതിയെ പുറത്തു വന്നത്. ഏതായാലും ഇപ്പോൾ ചിരിക്കുന്നത് പിണറായി വിജയനാണ്. കാരണം പിണറായി വിജയൻ്റെ കയ്യിൽ അട്ടിയായി ഈ വിവരങ്ങളെല്ലാം ഇരിക്കുകയാണ്. ടെലിഫോൺ സംഭാഷണങ്ങളാകട്ടെ, ഫോൺ റെക്കോർഡുകളാകട്ടെ, എല്ലാം. കാരണം അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്, ഇൻ്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചുമല്ല അദ്ദേഹത്തിന് കീഴിലാണ്. അദ്ദേഹം അറിയാതെ ഒന്നും നടക്കില്ല, അല്ലെങ്കിൽ അന്വേഷണത്തെ കൃത്യമായ ധാരണയെല്ലാം അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ഇതുവരെ ഒരു കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ കേസുകളോ വരാത്തത് കൊണ്ടാണ് മറ്റു രീതിയിലുള്ള ആക്ഷൻസ് ഒന്നും നടക്കാത്തതെന്നാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. കാരണം കേസുകളുണ്ടെങ്കിൽ മാത്രമേ നിയമപ്രകാരം മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പിണറായി വിജയൻ്റെ കയ്യിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട, ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും വ്യക്തമായ തെളിവ് കൈവശമുണ്ട്. ഇത് VD സതീശനും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഇരുട്ടി തപ്പുന്നതും പിണറായി പൊട്ടിച്ചിരിക്കുന്നതും.